ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോലെ, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തക്കാളി ചെയ്യാതിരിക്കാതെ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഒരല്പം കയ്യിലാക്കിയതിന് ശേഷം തക്കാളിയുടെ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ രണ്ട് സൈഡിലും നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതെല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു നനവിലായിരിക്കും തക്കാളിയൊക്കെ ഉണ്ടാവുക. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ തക്കാളി വാങ്ങുന്ന സമയത്ത് നല്ല ബാറ്ററി ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായിപ്പോകും. പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് കേടായിപ്പോകും. അപ്പോൾ നമുക്ക് അതിനായി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുപൊടിയാണ് കേട്ടോ. കുറച്ച് ഉപ്പുപൊടി എടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. തേച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി പെട്ടെന്നൊന്നും കേടാവാതിരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ സാധാരണ മീൻ അതുപോലെയുള്ളതൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തുളയ്ക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ പച്ചക്കറിയിൽ ഇതുപോലെ തക്കാളിയിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കേടാവാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും നമുക്കൊരല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നമുക്ക് കേടാവാതിരിക്കാൻ സഹായിക്കും. ഉള്ളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നൊരു കാര്യമാണ്. ഉള്ളി തക്കാളി ഇവയൊക്കെ കേടാവാതിരിക്കാൻ നമുക്ക് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ പച്ചമുളക് വാങ്ങുമ്പോൾ ഇതുപോലെ കവറിലാണ് വാങ്ങിക്കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെ കവറിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ചീഞ്ഞ് പോകും, കേടായി പോകാനൊക്കെ സാധ്യതയായി. കാരണം ഇതുപോലെ തന്നെ വാട്ടറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചീഞ്ഞ് പോകുന്നത്, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട്. അപ്പം നമ്മളിത് തീർച്ചയായും ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ചീഞ്ഞ് പോയിട്ടുള്ള നെട്ടൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത് ചീഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം നന്നായി ഒരു ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ചിട്ട് നമ്മളൊരു കണ്ടെയ്നറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, അപ്പോൾ നന്നായി കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പച്ചമുളക് ഇതുപോലെ കുറേ കാലത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്രഷ്നെസ് തന്നെ ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ തക്കാളി ആകട്ടെ, മുളകാകട്ടെ, അതുപോലെ ഉള്ളി ആകട്ടെ, ഇതൊക്കെ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സാധനം നഷ്ടം വരാതെയും അധികം പണം നഷ്ടം ഇല്ലാതെയും നമുക്ക് കുറേ കാലം കിട്ടാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിലയും നമ്മൾ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് നന്നായി ഒന്ന് വളരെ വാട്ടറി ആയിട്ടുള്ള ലീഫാണെങ്കിൽ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു കണ്ടെയ്നറിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കറിവേപ്പിലയും ഒരുപാട് ഒരാഴ്ചയോളൊക്കെ നമുക്ക് കേടാവാതിരിക്കാനും അതുപോലെ തന്നെ വാടാതിരിക്കാനൊക്കെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം.